ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ആയി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാം, ഇന്നിവിടെ ഇക്കാൻ്റെ ഉമ്മ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. നല്ല തണുപ്പാന്നിട്ടാണ് പുറത്ത്, എന്നാലും ഡോറ് തുറന്ന് വെക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തലേന്ന് ദുബായിൽ നിന്ന് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇല്ലേ, പാലെല്ലാം നമ്മൾ അത്യാവശ്യം വാങ്ങിനേനു, എന്തായാലും നിർബന്ധമുള്ള കാര്യമല്ലേ. പിന്നെ കുറച്ച് പച്ചക്കറിയെല്ലാം ഫ്രിഡ്ജിലുണ്ടേനു. ഞാൻ കേടായിനു എന്നെല്ലാം നോക്കി, പക്ഷേങ്കിൽ ഒന്നും ആയിട്ടില്ല കേട്ടോ. പച്ചക്കറിയൊന്നും എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കില്ല. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ വാങ്ങി വെച്ചിട്ടുള്ള ചെറിയ ടൊമാറ്റോയും പാലക്കെല്ലാം ഉണ്ടേനെ. പാലക്ക് കുറച്ചൊക്കെ ഇടായിന്, അത് ചാടിയിട്ട് നല്ലത് മാത്രം എടുത്തിട്ട് മുട്ടയും ചീസും പാലക്കും പിന്നെ ചെറിയ ടൊമാറ്റോയും ഇതെല്ലാം കൂടി ഒരു ഓംലേറ്റ് ഉണ്ടാക്കില്ല. ഇതില്ലേ, ബട്ടറിൽ ചെയ്യുമ്പം ഈ ഓംലേറ്റ് ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടാണ്. പിന്നെ ഞാൻ ഈ ചെറി ടൊമാറ്റോ വെച്ചിട്ട് അധികവും ഞാനൊരു റീല് കാണലുണ്ട്, ഞാൻ കുറേ പ്രാവശ്യം കണ്ടിന് കേട്ടോ. ഇനി വാങ്ങുമ്പോൾ ആക്കി നോക്കണമെന്ന് വിചാരിച്ചേനു. ഈ ഫ്ലവർ പോലത്തെ ഒരു ഓംലേറ്റ് ഇല്ലേ, അതാക്കി നോക്കില്ല ഞാൻ. ഇങ്ങനെ ഒന്നുമില്ല, ബട്ടറിൽ ഇങ്ങനെ വെക്കുക, നല്ല രസത്തിൽ ഫ്ലവർ പോലെ വെക്കുക. വലിയ പാൻ ഉണ്ടെങ്കിൽ 2 ഫ്ലവറെല്ലാം ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറുത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നേ ആക്കാൻ പറ്റൂ. എന്നിട്ട് അതിൻ്റെ യെല്ലോ എടുത്തിട്ട് നടുക്ക് വെക്കുക, ബാക്കി സൈഡിൽ വെക്കുക. എന്നിട്ട് നല്ല രസമുള്ള ഫ്ലവർ പോലെ അതിലെ ഓറഞ്ചും റെഡും വൈറ്റിലായിട്ട് നല്ല രസം കാണാൻ. ഇതിപ്പോൾ കുട്ടികൾക്കൊന്നും ആക്കി കൊടുക്കാൻ പറ്റില്ല, കാര്യം അവർ ആ തക്കാളി തിന്നൂലല്ലോ. പക്ഷെങ്കിൽ വലിയാക്കാക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിങ്ങനെ അതിൻ്റെ യെല്ലോ പൊട്ടിക്കാണ്ടേനു നല്ല, പക്ഷെങ്കിൽ എനിക്ക് രാവിലെ തന്നെ ഇല്ലേ മുട്ട തിന്നുമ്പോൾ എന്തെല്ലോ ആവും. പിന്നെ ഞാനിതാക്കി നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ തിന്നാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെങ്കിൽ അത് പൊട്ടിക്കാണ്ടും കൂടി തിന്നുമ്പോൾ എനിക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചിന്, അതിൻ്റെ മഞ്ഞ പൊട്ടിച്ചിന്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പെല്ലാം ഇട്ടിന് കേട്ടോ മേലയിൽ. പിന്നെ ഈ പറഞ്ഞ ഈ സ്പാനിഷ് ഓംലേറ്റിൻ്റെ ടൈപ്പ് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, അതിൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആട്ടാ മേലെ ഇട്ടിന്, എന്നാലും തന്നെ എരിവുണ്ടാവും, അത്ര മതി. അപ്പോൾ ഇതാ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇന്നില്ലേ എനിക്ക്
നല്ല പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രിക്കാണ് ഞാൻ വന്നത്. അന്നേരം തലേ ദിവസം തന്നെ ഞാൻ അലക്കാൻ വേണ്ടി തുടങ്ങിന്. നമ്മൾ 10 ദിവസം നിന്നിട്ടില്ലേ UAE-ൽ. അന്നേരം 10 ദിവസത്തെ ഡ്രസ്സും പിന്നെ പുറത്ത് പോകുമ്പോൾ റൂമിൽ നിന്നിട്ടതും എല്ലാമായിട്ട് 3 ട്രോളി നിറച്ചും ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പം എനിക്കിന്ന് കുറേ പണിയുണ്ട്. പിന്നില്ലേ എൻ്റെ അലക്കലെല്ലാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആറിയിടലും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കൈ കൊണ്ട് അലക്കാനും ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സെല്ലാം. അങ്ങനെ സൈഡൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിലല്ലേ ഇക്കാൻ്റെ ഉമ്മ വന്നാൽ കിടക്കണ്ടേ. ഈ റൂമിൽ ഞാൻ എപ്പോഴും പഴയ ആ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ വിരിക്കൽ. അത് അലക്കും അത് തന്നെ വിരിക്കും, അങ്ങനെയാണ് ചെയ്യൽ. ഇപ്പം ഞാൻ കുറച്ച് പുതിയതെല്ലാം എടുത്ത് വിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും വരുമ്പോൾ അല്ലേ ഈ റൂമിലെല്ലാം കിടക്കാൻ ആളുണ്ടാവും. അതുകൊണ്ട് ഞാൻ പുതിയ വാങ്ങിയ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത്. ട്രെൻഡ്യോളിന്ന്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത് 2 സൈഡുണ്ട്, 2 സൈഡും കാണാൻ നല്ല രസമാണ്. 2 സൈഡും നമുക്ക് മാറ്റി മാറ്റി വേണമെങ്കിൽ വിരിക്കാം. നല്ല രസമുള്ളതാണ്. ഒന്ന് ബ്ലാക്കും ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സും. അപ്പം ഞാൻ ബ്ലാക്ക് സൈഡ് വിരിച്ച്. പിന്നെ ഇപ്പം നമ്മൾ പോയതിൻ്റെ തന്നെ ഒരു പൊടിയുണ്ട്. പിന്നെ ഇത് യൂസാക്കാത്ത റൂമാണെന്നെങ്കിലും ഇല്ലേ ഞാൻ ക്ലീൻ ആക്കലുണ്ട്, അധികം ക്ലീൻ ആക്കലുണ്ട്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് വെക്കൽ ഈ റൂമിലെ വാർഡ്രോബിലാണ്. അങ്ങനെ ഡ്രസ്സ് എടുക്കലും വെക്കലും എല്ലാം ഉണ്ട് ഇടുന്ന്, എന്നാലും കിടക്കലില്ല. അതുകൊണ്ട് ബെഡ്ഷീറ്റ് പുതിയതൊന്നും ഞാൻ വിരിക്കലില്ലേനു. പിന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കല. പിന്നെ ഉമ്മ എടുത്തേക്കില്ലേ വെറും 2-3 ദിവസത്തേക്ക് മാത്രം കേട്ടോ വരുന്നത്. പിന്നെ ഈ ഹാങ്ങറും ഞാൻ പുതിയത് വാങ്ങിയതേനു. എനിക്ക് ഹാങ്ങർ ഇടാൻ എത്തുന്നില്ലേനു. പിന്നെ ഞാനൊക്കെ എപ്പോഴും ഇക്കാൻ്റെ ഡ്രസ്സിൻ്റെ ഹാങ്ങറെല്ലാം ഞാൻ എടുത്തിട്ട് യൂസ് ആക്കുന്നുണ്ട്. അങ്ങനെ ഹാങ്ങർ ഓർഡർ ചെയ്തേനു. ഞാൻ 2 ഈ വിൻഡോൻ്റെ ജനലിൻ്റെയും പൊടിയെല്ലാം എടുത്ത് അപ്പുറത്തെ ജനലിൻ്റെ കേട്ടൺ ഓപ്പൺ ആക്കലില്ല കേട്ടോ. കാര്യം അപ്പുറം ഒരു റൂം തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ അപ്പുറത്തെ ആളെല്ലാം ഇങ്ങനെ എന്താ പറയുക നമ്മളങ്ങനെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ല. അപ്പുറം നേരെ അപ്പുറത്തൊരു റൂമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവരെ കുട്ടികളുടെ ഡ്രസ്സൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു തട്ടൊന്ന് ഒഴിച്ച് വെക്കല ഉമ്മക്ക്, അഥവാ ഡ്രസ്സ് വെക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. 2-3 ദിവസത്തേക്ക് മാത്രമേ വരുന്നത്, വേണ്ട വരില്ല. എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ഒഴിച്ച് വെച്ചതാണ്. ഞാനില്ലേ ദുബായിൽ പോയാലും കുറേ സാധനമൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് അബായ വാങ്ങിയേന്, പക്ഷേങ്കിൽ അത് അങ്കല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ സെയിൽ ചെയ്യാനാണെന്ന് ലാസ്റ്റ് വ്ളോഗിൽ. അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അബായാസ് വേണമെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കും വീഡിയോയിൽ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. അന്നേരം അതിൽ വാട്സപ്പ് നമ്പറാണ്, അതിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുന്നേ ഞാൻ വേറെ എന്തെല്ലാം വാങ്ങിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മെയിനായിട്ട് 3 ബാഗ് വാങ്ങിയത് കേട്ടോ. ഞാൻ അങ്കെന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. എന്താണെന്നറിയാം, ഇവിടെയും ദുബായിലും ഐറ്റ്വിൽ മാറ്റമൊന്നുമില്ല. വേറെ കൺട്രി തന്നെ ആണെങ്കിലും ഇല്ലേ, നമ്മൾ ദൂരമുള്ളത് അല്ലെങ്കിൽ വേറെ കൾച്ചറുള്ള അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം സാധനങ്ങളൊന്നും മാറ്റമൊന്നുമില്ല. ഒമാനിലുള്ള ഐറ്റംസ് തന്നെ UAE-യിലുള്ളൂ. നമ്മളിങ്ങനെ നോർമൽ മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങണമെന്ന് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. അബായ വാങ്ങിയത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പം ഞാൻ എനിക്കായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കുട്ടികൾക്കൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ
അപ്പോൾ ഇതില്ലേ പിന്നെ പെർഫ്യൂം വാങ്ങി നമുക്ക് വേണ്ടിയിട്ട്, വേറൊന്നുമില്ല. പിന്നെ ഞാൻ 3 ബാഗ് വാങ്ങീന്. ഇത് എനിക്ക് വേണ്ടിയില്ല, എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ദുബായിൽ പോയോണ്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും എനിക്ക് എൻ്റെ ഈടെയുള്ള 2 അമ്മായിക്കും പിന്നെ നിതക്കും വേണ്ടി, ഞാൻ അന്ന് ഒരു വ്ളോഗിൽ കാണിച്ചില്ലേ പുതിയ കപ്പിൾ എന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ ഓൾക്കും വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഈ വൈറ്റ് വാങ്ങിയതിന് നിതക്ക് വേണ്ടിയാണ്. ഇത് 3 ക്രോസ് ബോഡിയാണ്. നമുക്കില്ലേ വേറൊരാൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു വാങ്ങുമ്പോൾ. അവിടെ ഭയങ്കര രസമുള്ള ബാഗെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഏതാ വാങ്ങുക, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അവർക്ക് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ വാങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ്, കാര്യം എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് വേണ്ട, സ്ട്രാപ്പല്ല, ഇനിയിപ്പോൾ എന്താ പറയുക, സ്ട്രാപ്പ് എന്നായിരിക്കൂലേ, നല്ല രസമില്ലേ ക്രോസ് ബോഡി ആയിട്ട് ഇടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീതിയുള്ളത് നല്ല രസമുണ്ടാവും. ഇങ്ങനത്തെ ഇപ്പോൾ എല്ലാവരുടെയും ഉണ്ട്, ഇവിടെയും സെയിം എല്ലാം കിട്ടാനുണ്ട്. പക്ഷേങ്കിൽ വേറെ എന്നാ വാങ്ങുക, എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഞാൻ ബാഗ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നല്ല രസമുണ്ട്. ഇതിനൊരു സ്ട്രാപ്പേ ഉള്ളൂ. പിന്നെ കുറേ പോക്കറ്റെല്ലാം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് 2 അമ്മായിസിന്, 2 ഷർമിയമ്മായിമാർക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് 2 സെയിം, കുറച്ച് ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും. ഇതിൻ്റെ സ്ട്രാപ്പും നല്ല രസമുണ്ട് കാണാൻ. ഇതേണ്ട നല്ല രസമുണ്ട്. ഇതും ക്രോസ് ബോഡി ആയിട്ട് ഇടുന്നതാണ്. ഇതിൻ്റെ 2ൻ്റെയും ഇത് സെയിം തന്നെ. ഇത് 2 ഇല്ല, എൻ്റെ അമ്മായിസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതിൽ ഒരാൾ എപ്പോഴും ബാഗ് എടുക്കൽ, വേറൊരാൾ വലിയ ബാഗ് എടുക്കൽ. അങ്ങനെ ഞാൻ അതെല്ലാം നോക്കി ആകെ കൺഫ്യൂഷനായിട്ട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്കെല്ലാം പിടിക്കുന്ന പോലെ എനിക്ക് പിടിച്ച പോലത്തെ ക്രോസ് ബാഗ് വാങ്ങി. കാര്യം അവർ ഇടുമായിരിക്കും, ഇടാണ്ടൊന്നും നിൽക്കില്ല, ഇഷ്ടപ്പെടെല്ലാം ചെയ്യും, ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ ഞാൻ വാങ്ങി. പിന്നെ എനിക്ക് ആകെ നോക്കിയിട്ട് കൺഫ്യൂഷനായിപ്പോയി. പിന്നെ 3 ആൾക്ക് 3 വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേപോലെ വാങ്ങി. അപ്പോൾ ഇത് 3 കേട്ടോ ബാഗ്. പിന്നെ ഇത് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോരാൻ വാങ്ങിയതാണ്. 2-3 വുഡൻ്റെ സ്പൂണ്. ഞാൻ ഇത് മാത്രമേ ഇതല്ല, കുറച്ച് പെർഫ്യൂംസും വാങ്ങിന് കേട്ടോ. കുറച്ച് ഒരു 3-4 പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ഞാൻ 2 അവിടെ വെച്ചിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഒരു സാധനം, ഇത് മാഗ്നറ്റ് ഇല്ലേ, ഫ്രിഡ്ജ് മാഗ്നറ്റ്, അത്. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ഷോപ്പ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഏതോ അടുത്ത ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനിനി അബായാസ് കാണിച്ചു തരാം. പിന്നെ ഇതൊന്നും പിന്നെ ഇതിലെ ഫോട്ടോസ് ഉണ്ട്. ഇത് നമ്മൾ ഡെസേർട്ട് സഫാരി അല്ല ക്യാമ്പിങ്ങിന് പോയാലും അവരെടുത്ത ഫോട്ടോ. നമ്മളിങ്ങനെ പോകുന്ന ടൂറിസ്റ്റ് പ്ലേസിലില്ലേ, അവിടെ തന്നെ ക്യാമറ ഉണ്ടാവും. എന്നിട്ട് അവർ നമ്മളെ ഫോട്ടോ എടുക്കും, എന്നിട്ട് നമുക്ക് തന്നെ വെക്കും. ഇതിനേക്കാളും വൃത്തിക്ക് നമ്മളെ ഫോണിലെടുക്കും. പക്ഷെങ്കിലില്ലേ അവർ വിടൂല. അങ്ങനത്തെ ഏരിയയിൽ അങ്ങനെ തന്നെയല്ലേ, അവർ നിർബന്ധിക്കും. ഇതൊന്നും ഒരു വൃത്തിയില്ല ഫോട്ടോ കാണാൻ. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട വന്ന്. പക്ഷെങ്കിൽ ഇത് അടിപൊളിയാട്ടോ. ഡോൾഫിൻ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യാൻ പോയവരെടുത്ത ഫോട്ടോ ഇത് അടിപൊളിയാണ്. ഇത് തീരെ കൊള്ളൂല. പിന്നെ ഇനി അബായ കാണിച്ചു തരാം. നിങ്ങൾ കുറേ ആൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞുതരാം, കുറേ സജഷൻസ് തന്നിന്, ഇന്ന മോഡൽസെല്ലാം അടിപൊളിയായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുറേ പേര് മെസ്സേജ് അയച്ചിന്, അജ്മാനിലും പിന്നെ ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും എല്ലാം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണേന്നെല്ലാം പറഞ്ഞിട്ട് അബായ പർച്ചേസ് ചെയ്യാനും എല്ലാം. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കോൺടാക്റ്റ് എല്ലാം സേവ് ചെയ്ത് വെച്ചിന്, ഇൻഷാ അല്ലാ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും കുറേ ആൾ വേണമെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ എല്ലാവരും എത്തിച്ചേരുമെന്നെല്ലാം ചോദിച്ച അബായ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 ആഴ്ച കൊണ്ട് എത്തിക്കും കേട്ടോ ഇൻഷാ അല്ലാ. 2 ആഴ്ച എന്ന് പറയുമ്പോൾ 14-15 ദിവസം, മാക്സിമം 20 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എത്തിക്കുക. കാര്യം ഞാൻ ഓർഡർ എടുത്തിട്ട്
എത്ര ഓർഡർ വരുന്നത് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നാട്ടിലെത്തിക്കാൻ. അപ്പോൾ ആ ഒരു ഡിലേ ഉണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെയും പിന്നെ നാട്ടിലെത്തേണ്ടതും നാട്ടിൽ നിന്ന് നിങ്ങൾ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യേണ്ടിയും 2 ആഴ്ച മാക്സിമം പോയാൽ 20 ദിവസം ഇൻഷാല്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള അബായ. ഇതിൻ്റെ വൈറ്റും ഉണ്ട്. ഇപ്പോൾ കുറേ എൻക്വയറിന് വന്നിന്. കാര്യം എവിടെയും കാണാത്തൊരു യുണീക്ക് മോഡലല്ലേ ഇതിങ്ങനെ. ഇനി ഇതുപോലെ സ്ട്രാപ്പാട്ടാ വരുന്നത്, നമുക്ക് ഓപ്പൺ ആക്കാനും പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലിടുന്ന സാധനമില്ലേ സെപ്പറേറ്റ് സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ഡ്രസ്സുണ്ട്. എന്നോട് അധികം ആളും ചോദിക്കലുണ്ട് ഉള്ളിലിടുന്ന. ഞാൻ ഇങ്ങനത്തെ അബായൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ ഷർട്ടെല്ലാം ഇട്ടിട്ട് കുറേ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യലുണ്ട്. അന്നേരം കുറേ പേര് ചോദിക്കലുണ്ട് ആ ഉള്ളിലിടുന്ന ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നതാണ്. ഇതേപോലെ അബായാസിൻ്റെ ഉള്ളിൽ വരുന്ന ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഞാൻ ഇതിൻ്റെ മേലെ ജാക്കറ്റും അല്ലെങ്കിൽ ഷർട്ടും എല്ലാം ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യൽ. ഈ അബായക്ക് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് മാക്സി ഡ്രസ്സ് വരുന്നുണ്ട്. ഹാഫ് സ്ലീവ് ആട്ടോ വരുന്നത്. ഈ നമ്മൾ ഉള്ളിൽ ഇന്നർ ടോപ്പ് ഇട്ടിട്ട് എങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഇതിൽ തന്നെ അബായൻ്റെ റേറ്റും പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇത് കാണിച്ചു തരാം. ഇതിൽ 2 കളേഴ്സാണുള്ളത്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. പിന്നെ ഇത് ഇമ്പോർട്ടഡ് അബായ ആയതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ആ ഒരു ദിവസം വേണ്ടവരും 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 20 ദിവസം അങ്ങനെ വേണ്ടവരും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പുറത്തുള്ളത് ടിക്ടോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഉള്ളിൽ ആ ഒരു മാക്സി ഡ്രസ്സില്ലേ അത് നിത മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്ന് ഫറാഷ ടൈപ്പായിട്ടാണ് വരുന്നത്. നല്ല ലൂസാണ്. ഞാൻ 54 സൈസായിട്ടാണ് എടുത്തത്, 54. അപ്പോൾ നല്ല ലൂസുള്ളതുകൊണ്ട് വലിയ ഹൈറ്റൊന്നും ഇല്ലാത്തവർ 54 തന്നെ മതി. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സൈസ് തന്നെ എടുത്തോ, 56 അങ്ങനെ എങ്ങാനും മതി. ഞാൻ പൊതുവേ 54 സൈസ് അതായിട്ട് എടുക്കൽ. അപ്പോൾ എല്ലാ സൈസിലും അവൈലബിളാണ്. പിന്നെ വൈറ്റ് ഉണ്ട്, ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ഉണ്ട്. വൈറ്റും ഇഷ്ടപ്പെട്ട കുറേ ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അബായയും മോഡസ്റ്റ് വെയർ ആയിട്ടും എങ്ങനെ നമുക്ക് ഇടാം. ഇനി ഈ വൈറ്റിന് ബ്രൗൺ കളർ ഷോളും നല്ല രസമുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഷോളെല്ലാം നല്ല ലെങ്ത്തിലും വീതിയിലും നമുക്ക് ഹിജാബ് ചെയ്യാൻ പറ്റുന്ന അത്രയും വീതിയെല്ലാം വരുന്ന ഷോളാണ് കേട്ടോ വരുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന അബായ. ഇതിൽ 2 കളേഴ്സാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇതിൽ ബ്ലാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കും ചെയ്തു തരും. ഇതും ഞാൻ 54 സൈസ് എടുത്തത്. പിന്നെ ഈ സ്റ്റോൺ വർക്ക് വരുന്നാലും മറ്റേ സ്ട്രാപ്പ് വർക്ക് വരുന്നാലും നിങ്ങൾ മെഷീൻ വാഷ് ചെയ്യണ്ട. നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ. ഞാനെടുത്ത ഈ 2 കളറും നല്ല രസമുണ്ട്. പിന്നെ ബ്ലാക്കിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിലും ചെയ്തുതരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2400 രൂപയാണ് കേട്ടോ. പ്ലസ് ഷിപ്പിംഗ് ചാർജും വരിക. ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങളെ നാട്ടിലോട്ട് അയക്കാനുള്ള ചെറിയൊരു റേറ്റ് വരും. എനിക്കൊന്ന് 40 രൂപ 50 രൂപ അങ്ങനെ വരുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ 2400 2 അബായൻ്റെയും റേറ്റ് കേട്ടോ. പിന്നെന്താ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയല്ലേ. പിന്നെ വേറെ എന്താ പറയാൻ വന്നത്, ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. കോളല്ല, ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. അവർ റിപ്ലൈ ചെയ്യും. നിങ്ങളുടെ സൈസും കാര്യങ്ങളും പിന്നെ ഏത് അബായ എന്നുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഞാനിപ്പോൾ രണ്ടാമത് കാണിച്ച അബായയിൽ ബ്ലാക്കും അവൈലബിളാണ്. കളറ് ബ്ലാക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഈ അബായയും ടിക്ടോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ്, സൂപ്പറാണ്. പിന്നെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ റേറ്റ് മെയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ അല്ലെങ്കിൽ അതെല്ലാവരും ചോദിക്കുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഓർഡർ ആക്കാം ഇൻഷാ അല്ലാ. ഞാനില്ലേ പിന്നെ വേഗം എല്ലായിടത്തും മടക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് വന്ന്. ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ ഉമ്മ വരുന്നത്. ഇക്ക ഉച്ചയ്ക്ക് കൂട്ടിയിട്ട് വരുമെന്ന് പറഞ്ഞിന്. അന്നേരം വരുമ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടാക്കാൻ വലിയ സാധനങ്ങളൊന്നും ഇല്ലേനു. ഒരു ചിക്കൻ മാത്രം തലേ ദിവസം ഇക്ക വാങ്ങിനേനു കേട്ടോ. അങ്ങനെ ഒരു ചിക്കൻ മാത്രം വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കില്ല. ഞാൻ ബീഫ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമെന്നല്ലേനു വിചാരിച്ചിന്, പക്ഷെങ്കിൽ നടന്നിട്ടില്ല. അങ്ങനെ ബീഫൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മാത്രം ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഉമ്മക്ക് മന്തിയൊന്നും ആക്കിയാൽ ഞാൻ ആദ്യം മന്തി ആക്കാമെന്നേനു കേട്ടോ വിചാരിച്ചത്. പിന്നെ ആ ഓർമ്മ വന്നു ഉമ്മക്ക് മന്തി വലിയ ഇഷ്ടമില്ലാന്ന്. പിന്നെ അത് ആക്കണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയില്ല, ഞാനിത് എല്ലായിടത്തും ക്ലീനാക്കി വെക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉമ്മ 2-3 ദിവസം മാത്രമേ നിൽക്കുമെന്ന്. അതില്ലേ, ഒന്നാമത്
ഉമ്മ ഉംറയെല്ലാം ചെയ്യാൻ വേണ്ടി വന്നേനു. പിന്നെ കുറേ വരുമ്പോൾ അങ്ങനെ കുറേ നിൽക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉംറക്കെല്ലാം പോയി വന്നാലുണ്ടാവില്ലേ എല്ലാവർക്കും ഒരു ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. അതെല്ലാം കൊണ്ട് പിന്നെ ഇപ്പം പോവാം കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടാണ്. പക്ഷേങ്കിൽ നമ്മളാണെങ്കിൽ ഒരു 10 ദിവസം UAE പോയി, അങ്ങനെ പോയി. പിന്നെ ഇവിടെ നിൽക്കാൻ പിന്നെ ഉമ്മാക്ക് ടൈമില്ല. എനിക്ക് തോന്നുന്നത് ഒരു 2-3 ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ. 3 ദിവസം അത്രേ നിന്നിട്ടുള്ളൂ. എന്തോ പോലെ ഉണ്ടേനു കാര്യം. ഇന്നും ആലും എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നേനു ഉമ്മാന. പക്ഷേങ്കിൽ അത്ര ദിവസം നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഇതാ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്. പിന്നെ ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് ആദ്യം ഉപ്പും സെപ്പറേറ്റ് ഫ്രൈ ആക്കാനൊന്നും ഇല്ല, ഒരു ചിക്കൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് മതിയാവും. എന്നിട്ട് ഇതാ ഇതിൽ ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ആക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഒരു നേരത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. പക്ഷേങ്കിൽ ഞാൻ നെയ്ച്ചോറ് എല്ലാം 2 നേരത്തേക്കുള്ള നെയ്ച്ചോറും മസാലയും ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഇക്ക വൈകുന്നേരം ബീഫെല്ലാം വാങ്ങുമെന്ന് പറഞ്ഞിന്. അന്നേരം രാത്രി ഇനി ബീഫ് ഫ്രൈ എങ്ങാനും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ഒരു നേരത്തേക്ക് ഇത് മതിയാവുമല്ലോ, അങ്ങനെ ആക്കലാണ്. പിന്നെ ഇല്ലേ, ഞാൻ വീഡിയോ ഇപ്പം പോയി വന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാം. ഒന്നാമത് പോയി വന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറേ പണിയും എല്ലാം ഉണ്ടേനു. പിന്നെ എൻ്റെ ക്ലാസ് കുറേ പെൻഡിങ് ഉണ്ടേനു, അത് കേൾക്കാനുണ്ടേനു. പിന്നെ എന്താ പറയുക, ഇന്നൂനെ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ആ ക്ലാസ് 4 ക്ലാസ് മിസ്സായിന്. അപ്പോൾ അത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് ക്ലാസ്സിൽ നോട്ട്സ് കിട്ടിയാലും അവർക്ക് ക്ലാസ്സിൽ പോയ പോലെ ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ എടുത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഞാനത് കവർ ചെയ്ത് കൊടുക്കും. എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെയെല്ലാം ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ അങ്ങ് ഡിലേ ആയിപ്പോയി. അപ്പം അങ്ങനെ അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്നാ ഉള്ളി, ഒരു 4 ഉള്ളി, 2 തക്കാളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകെല്ലാം എടുത്തിന്. ബിരിയാണിയെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. എന്നാലും എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാനാക്കുന്ന പോലെ അല്ലെങ്കിലോ നിങ്ങളാക്കൽ. ഞാൻ പല ടൈപ്പിലും ആക്കലുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാമെന്നെല്ലാം വിചാരിച്ചാൽ കുറച്ച് എന്താ പറയുക, ഈ നമ്മളെ ഉമ്മമാർക്കെല്ലാം ഉണ്ടാവില്ലേ ചിലർക്ക് നാടൻ ഫുഡെല്ലാം ഇഷ്ടം. അങ്ങനെയല്ല, ഉമ്മക്ക് ഈ മന്തി ഇഷ്ടമല്ല എന്നൊക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആക്കാൻ ബിരിയാണി തന്നെ മതി എന്ന് വിചാരിച്ചത്. പിന്നെ ഈ മല്ലിയിലയില്ലേ, മല്ലിയിലെല്ലാം ഞാൻ പോകുന്നതിന് മുന്നേ ഈ 10 ദിവസം മുന്നേ വാങ്ങി വെച്ചേനു. പക്ഷെ അടിയിൽ ടിഷ്യൂ എല്ലാം വെച്ചിട്ട് വെച്ചോണ്ടാന്നറിയില്ല, ഒന്നും ആയിട്ടില്ല. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയിന്. പച്ചമുളകും മല്ലിയിലയും എല്ലാം അതെ. ഞാൻ വിചാരിച്ച എല്ലാം കേടാവുന്നതിന് വിചാരിച്ച്. ഒരാഴ്ചത്തേക്ക് പോയിട്ട് പിന്നെ കുറേ ദിവസം പിന്നെയും നിൽക്കേണ്ട വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചെല്ലാം കേടാവുന്നു. പക്ഷെങ്കിൽ ഒന്നും ആയിട്ടില്ലേനു. നമ്മൾ സാധാരണ വെക്കുകയാണെങ്കിൽ എന്തായാലും വെടക്കാവും. പച്ചമുളകിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ട് വെച്ചോണ്ട് ഒന്നും ആയിട്ടില്ല. ആ ഒരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ പച്ചക്കറിയെല്ലാം കളയുമ്പോൾ ഒരു വിഷമമല്ലേ. പിന്നെ ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുത്തിന്. ചിക്കൻ അപ്പോഴത്തേക്ക് വെന്ത് ഫുള്ളായിട്ട് വേവിക്കണം കേട്ടോ. ഫുള്ളായിട്ട് വേവിച്ച് പൊരിച്ചിന്. ഞാൻ ഇതിൻ്റെ എല്ലാ പീസും അങ്ങ് പൊരിച്ചെടുത്തിന് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് പീസ് എടുത്തിട്ട് മസാലയിലിടാം. ഞാൻ വിചാരിച്ച് മതി പൊരിച്ചിട്ട് പൊരിച്ചത് മസാലയിലിടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ആ സെയിം വെളിച്ചെണ്ണയിൽ എണ്ണയില്ല, ഞാൻ വെളിച്ചെണ്ണയിലാണേ പൊരിച്ചത്. വേണമെങ്കിൽ കുറച്ച് ഓയിൽ എടുക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കുറച്ച് മാത്രം ഉള്ളി മാറ്റി വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നിളക്കുക. പിന്നെ ഞാൻ ഒക്കെ തന്നെ ആദ്യം ഉള്ളിയൊന്നും വാട്ടണമെന്നൊന്നും ഇല്ല, തക്കാളിയെല്ലാം ഒരുമിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിടുക. ഈ സമയത്ത് ചിക്കൻ ബിരിയാണിയിൽ തൈരിടുന്നവരില്ലേ, ഈ സമയത്ത് കുറച്ച് തൈരിടാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നമ്മളധികം ഇടാണ്ട് തന്നെ ആക്കൽ. ഇട്ടിട്ടാക്കണം എന്നുള്ളവർക്ക് ആക്കാം. പിന്നെ ഈ ബിരിയാണിയിലാണെങ്കിൽ എല്ലാവരും തൈരിടും ചിക്കൻ ബിരിയാണിയിൽ. പക്ഷെ നമ്മൾ ഇടലില്ല കേട്ടോ. പക്ഷെ ചിലർ പറയും ചിക്കനും തൈരും ഒരുമിച്ച് തിന്നൂടാന്ന്, അങ്ങനെയെല്ലാം പറയും. പക്ഷെ മീനും തൈരും ഒരുമിച്ച്, ചെമ്മീനും തൈരും ഇല്ലേ, അത് രണ്ടും ഒരുമിച്ച് തിന്നൂടാന്നും പറയില്ലേ, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ചിലർ പറയും ഇതൊന്നും പ്രശ്നമില്ലാന്ന്. ഓരോ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെയാണ് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്ന ഡോക്ടേഴ്സ് തന്നെ 2 കാര്യങ്ങളും പറയും. ഇതെല്ലാം കറക്റ്റ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച് എന്തായാലും നടക്കുകയൊന്നും ചെയ്യൂല. അങ്ങനെ
പിന്നെ വേറെ എന്നാ പിന്നെ ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കില്ലാന്ന് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യും കൂടി മിക്സ് ആക്കിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകവും ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതൊന്നും ഇപ്പോൾ ഇടറേനു. ഞാൻ ഉള്ളി ആദ്യം പൊരിക്കാന്നുള്ള മറന്നുപോയി. ഞാൻ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി പൊരിക്കലൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ പൊരിച്ചിട്ടെല്ലാം ഉണ്ടാക്കാമെന്നു വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നേ സ്പൈസസ് ഇട്ട് പോയി. ആദ്യം ഉള്ളി പൊരിച്ച് കോരിയിട്ട് വേണേനു സ്പൈസസ് ഇടാൻ. പക്ഷെ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആക്കി. ഞാൻ ഉള്ളി സെപ്പറേറ്റ് സ്പൈസസ് ഒന്നും ഇല്ലാണ്ട് പൊരിച്ച് കോരി കുറച്ചങ്ങനെ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് കോരിയെടുത്ത്. ഞാൻ തിരക്കില്ലേനു കേട്ടോ ചെയ്യുന്നത്. കാര്യം ലേറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് നോക്കുമ്പോൾ അബായിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് നോക്കുമ്പോൾ ലേറ്റായിപ്പോയി. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അബായെല്ലാം സെയിൽ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സെറ്റാവോ, എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുമോ. പക്ഷേ ഞാനൊരാളെ ഏൽപ്പിച്ചിന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ ശരിയായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതാ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ ഉപ്പും എല്ലാം ഇട്ടിട്ട് അരിയും കൂടി ഇട്ടിന്. ഞാൻ കുറച്ചധികം അരി എടുത്തിന് കേട്ടോ. 1 കിലോ അരി എടുത്തിന്. നമുക്ക് 2 നേരത്തേക്ക് ഉണ്ടാവും. പറഞ്ഞ പോലെ ചിക്കൻ കുറവായതുകൊണ്ട് വൈകുന്നേരം ബീഫ് ഫ്രൈ രാത്രി ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മസാല നല്ലോണം വെന്തുടഞ്ഞ് വരുമ്പോൾ ചിക്കൻ വേവിച്ച് ആയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് മസാലയിലിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മസാലയിൽ ഇറങ്ങുന്നവരെ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ നെയ്യിൽ വേണമെങ്കിൽ മസാലയിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക ഓക്കെ ആണെന്നൊന്ന്. ഞാൻ ആക്കിയ മസാലയ്ക്ക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഇത്രയും വെള്ളമാകുമ്പോൾ കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറ് റെഡിയാവും. അപ്പോൾ ഇതാ നെയ്ച്ചോറ് റെഡിയായി. ഞാനില്ലേ സാധാരണ ഒരു 3/4 കിലോ അങ്ങനെയല്ലാന്ന് വെക്കൽ. ഇപ്പോൾ ഒരാളും കൂടി ഉമ്മയും കൂടി അധികം ഇല്ലെന്ന് വിചാരിച്ചിട്ട് 1 കിലോ വെച്ചിട്ട് വെക്കുമ്പോൾ വല്ലാണ്ടങ്ങ് കൂടിപ്പോയി. ഇത്രയൊന്നും വേണ്ടേനു. ഇതിപ്പോൾ നമ്മൾ 2 നേരം തിന്നാലൊന്നും തീരുമൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ ഞാൻ ആ പാത്രത്തിൽ തന്നെ ദമ്മാക്കാമെന്ന് വിചാരിച്ചിട്ടില്ലേ. കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നെയ്ച്ചോറ് മാറ്റുന്നതാണ്. എന്നാൽ പിന്നെ പണിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇതാ മസാലേൻ്റെ താഴെ ഇട്ട് കൊടുത്തന്നെ. പിന്നെ ഞാൻ ഒരു വീഡിയോയിലില്ലേ മസാലയും കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്താൽ നല്ലതാണെന്നെല്ലാം പറയുന്നത് കേട്ടിന്. എന്തായാലും താഴെ ഇടുമ്പോൾ മിക്സ് ആവും. പക്ഷേ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊന്നങ്ങനെ ചെയ്ത് നോക്കിയതാ. എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാ. എന്നിട്ട് സാധാരണ നമ്മൾ ദമ്മാക്കുന്ന പോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ ഗരം മസാലയും പൊരിച്ച ഉള്ളിയും കാഷ്യൂനട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വേണമെങ്കിൽ ഇടാം. ഞാനത് രണ്ടും ഇട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് മേലെ അണ്ടിപ്പരിപ്പ് മാത്രം ഫ്രൈഡ് കാഷ്യൂനട്ട് ഉള്ളതുകൊണ്ട് അതങ്ങനെ ഇട്ടാണ്. പിന്നെ ചിക്കൻ വെക്കുക, കുറച്ചും കൂടി മല്ലിയില ഇടുക, 2ാമത്തെ ലെയർ ഇടുക. മസാല വേണമെങ്കിൽ മേലെയും ഇടാം. പിന്നെ ഞാൻ നല്ല എരിവുണ്ടായിരുന്നു മസാല. പിന്നെ ഞാൻ വിചാരിച്ചാൽ മേലെ ഇട്ടാൽ ശരിയാവില്ല, ആലൂനെല്ലാം എടുക്കുമ്പോൾ മിക്സ് ആയിപ്പോവും. അങ്ങനെ നെയ്ച്ചോറ് മാത്രം അയച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മസാല താഴെ മാത്രം ഇട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബിരിയാണി റെഡിയായി. ഞാനിത് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് വന്നിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇക്ക ഉമ്മാനെല്ലാം കൂട്ടി വന്നേ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതില്ലേ ഉമ്മക്ക് ഭയങ്കര ഒരു ബേജാറാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. എന്താ പറയുക, പ്രായമുള്ളതല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച ആകെ 2-3 ദിവസമേ നിൽക്കുന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും ഷൂട്ട് ചെയ്യണ്ട, ഉമ്മാനെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കുറേ സമയമൊന്നും ഇടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കൺവിൻസ് ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ ഇക്കാൻ്റെ ഉമ്മാനെയും വീഡിയോയിൽ എടുക്കലുണ്ട്. എനിക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ച് ആകെ 2 ദിവസം നിൽക്കുന്നുള്ളൂ, വെറുതെ ബേജാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ചായക്ക് സ്പെഷ്യലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടേനു, അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഞാൻ രാത്രി, ഇത് പിറ്റേ ദിവസം രാത്രിയേനു കേട്ടോ. ഉമ്മ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മുന്നേ ഷോപ്പെല്ലാം ചെയ്തിന് നമ്മളടുത്ത് വരുന്നതിന് മുന്നേ എല്ലാം. പിന്നെ ബാക്കി ചെറിയ ലാസ്റ്റ് ടൈം ഷോപ്പിംഗ് ഉണ്ടാവില്ലേ, ചോക്ലേറ്റും പിന്നെ കുറച്ച് ഇതുപോലെ നട്ട്സ് എല്ലാം വാങ്ങാനുണ്ടാവില്ലേ, അങ്ങനെ വാങ്ങാനുണ്ടായിട്ട് നമ്മൾ പോയതാണ്. ഉമ്മാക്കില്ലേ അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ കാണുന്നതെല്ലാം വാങ്ങുക അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. ഉമ്മ അറിയും നാട്ടിലെല്ലാം കിട്ടൂലേ, പിന്നെ എന്തിനാ ഇടുന്നേ വാങ്ങിക്കൊണ്ടുവന്ന്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെങ്കിൽ കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ വാങ്ങിക്കൊണ്ടുപോകും കുറച്ച് ഗിഫ്റ്റെല്ലാം ആയിട്ട്, അത്രയേ ഉള്ളൂ.
കുറച്ച് ചോക്ലേറ്റും അങ്ങനെയല്ലേ ഉമ്മ താല്പര്യത്തോടെ അല്ലേ വാങ്ങും. അല്ലാണ്ട് ഷോപ്പിംഗ് ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിക്കോ എടുത്തോ എന്നെല്ലാം പറഞ്ഞാലേ നിർബന്ധിച്ചാലല്ലേ വാങ്ങൂ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെന്താ, അപ്പോൾ ഇതിപ്പോൾ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1-2 ബോളെല്ലാം നോക്കലാണ്. അപ്പം അത്രയെല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പക്ഷെ കുറച്ച് പോർഷനെല്ലാം കട്ടാണ്. ഞാൻ ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വീഡിയോ നല്ല ലെങ്ത് ആയില്ല ഇപ്പം തന്നെ. അപ്പം ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാമായിട്ട് നമുക്ക് കാണാം. ഞാൻ കുറേ ആയി റെസിപ്പീസെല്ലാം ഷെയർ ആക്കിയിട്ട്. ഇതിപ്പോൾ 1-2 ദിവസം രാത്രിയെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് ക്ലിപ്സ് ഇങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ റെസിപ്പി വീഡിയോസ് എല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.